1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം കാൾ മാക്സ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? ഉത്തരം 1857 മെയ് 10. ഡെവിൾസ് വിൻ എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി? ഉത്തരം ജനറൽ ഡയർ. ബംഗാൾ വിഭജനം നടന്ന വർഷം? ഉത്തരം 1905. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര്? ഉത്തരം ഹാർഡിഞ്ച് പ്രഭു, 1911. 1876 ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. ഗാന്ധിജി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ച പത്രം? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ. കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ച ദിവാൻ ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചതാര്? വി.ഡി. സവർക്കർ. ഏത് സംഭവത്തിൽ മനംനൊന്താണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ച ദിവസം? ഉത്തരം 1920 ഓഗസ്റ്റ് 1. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ചയുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു. 1947 ഓഗസ്റ്റ് 14 രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത്. ആരുടേതാണ് ഈ പ്രസ്താവന? ഉത്തരം ജവഹർലാൽ നെഹ്റു. ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? ഉത്തരം നാനാ സാഹിബ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഉത്തരം ഡൽഹൌസി പ്രഭു. ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത്? ഉത്തരം വില്യം ജോൺസ്. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. വിദേശികളുടെ മെച്ചപ്പെട്ട ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം ബാലഗംഗാധര തിലക്. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? ഉത്തരം നൗഖലിയിൽ, കൽക്കട്ട. ബ്രിട്ടീഷുകാർക്കെതിരെ ബംഗാളിലെ മതാചാര്യന്മാർ നേതൃത്വം നൽകിയ കലാപം? ഉത്തരം ഫക്കീർ കലാപം, 1772. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കൽ എന്ന നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം? ഉത്തരം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം.
സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം നാനാ പാട്ടീൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ. ഉത്തരം ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു? പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ബോംബെയിലെ അഹമ്മദ് നഗർ കോട്ട. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത്? ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ബാലഗംഗാധര തിലക്. പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷൻ. 1857 വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ രാജ്ഞിയുടെ പേരിൽ നിർമ്മിച്ച നിർമ്മിതി ഏത്? ഉത്തരം ടൗൺ ഹാൾ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഇർവിൻ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദിറാം ബോസ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ജോൺ ലോറൻസ്. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തിരഞ്ഞെടുത്തത്? ഉത്തരം വിനോബ ഭാവെ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യൂ.